നമുക്ക് ഇതിനകത്ത് തുണിയിൽ ചെയ്താൽ പോവാത്ത പെയിന്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിരവധി പെയിന്റുകൾ വിപണിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് വസ്ത്രങ്ങളിൽ പിടിച്ചാൽ, വസ്ത്രങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ഇളകിപ്പോവാത്ത തരത്തിലുള്ള പെയിന്റാണ് നമ്മൾ അതിന് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഇളകിപ്പോവാത്ത തരത്തിലുള്ള പെയിന്റ് അക്രലിക് കണ്ടന്റ് അടങ്ങിയ പെയിന്റുകളാണ്. അക്രലിക് കണ്ടന്റ് അടങ്ങിയ പെയിന്റുകൾ ധാരാളമുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഫെവിക്രിൽ എന്ന് പറയുന്ന ഒരു പെയിന്റ്. ഫെവിക്രിൽ പെയിന്റ് അതിൽ സാധാരണ തുണിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ നിറമുണ്ട്. അതിനെ പറയുന്നത് ക്ലാസിക് കളേഴ്സ് എന്നാണ്. സാധാരണ നിറത്തെ പറയുന്നത് ക്ലാസിക് കളേഴ്സ്. അതിനുശേഷം നമുക്കൊരല്പം തിളക്കമുള്ള പെയിന്റുകൾ വേണം. തിളക്കമുള്ള ഡിസൈൻ വേണമെങ്കിൽ തിളക്കമുള്ള പെയിന്റുകൾ നമുക്ക് ലഭ്യമാണ്. അതിന് പേൾ ഷെയ്ഡ് നമുക്ക് ലഭ്യമാണ്. പേൾ ഷെയ്ഡിനേക്കാൾ തിളക്കമുള്ള പെയിന്റുകളുണ്ട്. അത് നമുക്ക് മെറ്റാലിക് പെയിന്റ് എന്ന് പറയും. മെറ്റാലിക് പെയിന്റ്, ഈ മെറ്റാലിക് പെയിന്റ് അതിനേക്കാൾ തിളക്കമുള്ള പെയിന്റ് ഉണ്ട്. അത് നമുക്ക് ഗ്ലിറ്റർ ഷെയ്ഡാണ്. നമുക്ക് ബ്രഷ് അല്ലാതെ ട്യൂബിൽ ഡയറക്റ്റ് പെയിന്റ് ചെയ്യാൻ പറ്റുന്ന പെയിന്റുകൾ ഇന്നിവിടെ ലഭ്യമാണ്. അതിന് നമ്മൾ 3D പെയിന്റുകൾ എന്ന് പറയും. അതും വിവിധ ഷെയ്ഡുകളിൽ, വിവിധ നിറങ്ങളിൽ നമുക്ക് ലഭ്യമാണ്. ക്ലാസിക് കളേഴ്സ് ഉണ്ട്, പേൾ കളറുണ്ട്, മെറ്റാലിക് കളറുണ്ട്, ഗ്ലിറ്റർ ഷെയ്ഡുണ്ട്. വിവിധ നിറത്തിലുള്ള കളേഴ്സും നമുക്ക് 3D പെയിന്റ് ആയിട്ട് ലഭ്യമാണ്. കൂടാതെ തുണികളിൽ അയൺ ചെയ്ത് കഴിയുമ്പോഴേക്കും എംബോസ് ചെയ്ത് വരുന്ന പെയിന്റുകളുണ്ട്. അത് നമുക്ക് പഫി പെയിന്റുകൾ എന്ന് പറയും.